ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ടെറസ് കിച്ചണിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു നോമ്പ് കാലമൊക്കെയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കണം. നോൺ വെജൊക്കെ ധാരാളം കഴിക്കുന്നുണ്ടാകാം, ബട്ട് അറ്റ് ദ സെയിം ടൈം നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഉള്ള ഭക്ഷണം. അപ്പോൾ ഇറച്ചിയിലൊക്കെ ധാരാളം പ്രോട്ടീനുണ്ട്, എങ്കിലും നമ്മൾ ധാന്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് അതായത് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുന്നതല്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഭക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിലൊക്കെ വേണമെങ്കിലും, നോമ്പ് തുറയുള്ള ദിവസങ്ങളാണെങ്കിലും നോമ്പ് തുറ കഴിഞ്ഞിട്ട് രാത്രി ഡിന്നറിൻ്റെ ഭാഗവും ആക്കാം. ഇത് പ്രോട്ടീൻ റിച്ച് എന്ന് പറയുമ്പോൾ അതൊരു ദോശയാണ് കേട്ടോ. ദാറ്റ് ഈസ് നല്ല പ്രോട്ടീൻ ധാരാളമുള്ള രണ്ട് കാര്യങ്ങൾ വെച്ചാണ് ചെയ്യുന്നത്. ഒന്ന്, പച്ച നിറത്തിൽ നമ്മുടെ ചെറുപയർ, ആൻഡ് അതിനോടൊപ്പം തന്നെ കടല. ഇതിപ്പോൾ ഞാൻ വെള്ളക്കടലയാണ് ഉപയോഗിക്കുന്നത്. കറുത്ത കടലയാണെങ്കിലും ഈക്വലി ഗുഡാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നൊരു ദോശ, അതിനോടൊപ്പം ഒരു ഹെൽത്തി ചമ്മന്തി, ബീട്രൂട്ട് ചട്നി, എങ്ങനെയുണ്ടാവും കോമ്പിനേഷൻ. പിന്നെ അതിനോടൊപ്പം കുറച്ച് ജ്യൂസസ്, നല്ല ഫ്രഷ് ജ്യൂസ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും സമ്മർ ടൈമിൽ നോമ്പ് സമയത്തൊക്കെ നല്ല ഫ്രഷ് ജ്യൂസ് കുടിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ അതിനായിട്ട് 2-3 ജ്യൂസും കൂടി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇതിനെല്ലാം ഞാൻ ഉപയോഗിക്കാൻ പോകണം. എന്താ അറിയുക, ഇന്ന് എൻ്റെ കയ്യിലൊരു കാര്യമുണ്ട്. ഞാൻ അതിനുള്ള സംഭവം എൻ്റെ കയ്യിൽ റെഡിയാണ്. സുജാതയുടെ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. സുജാത മൾട്ടിമിക്സ് ജ്യൂസർ മിക്സർ ഗ്രൈൻഡർ. അപ്പോൾ കുറേ പേരുകൾ ചേർന്ന് വരുന്നില്ല. അപ്പോൾ ഇതൊരു മൾട്ടി പർപ്പസ് ഉള്ളൊരു കാര്യമാണെന്ന് മനസ്സിലായില്ലേ. ഇതിനകത്ത് മിക്സർ ജാറുണ്ട്, പിന്നെ അതുപോലെ ജ്യൂസറുണ്ട്, എല്ലാം കൂടി ചേർന്ന് ഗ്രൈൻഡിങ് എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ്. കുറേ ജാർസൊക്കെ ഉണ്ട്. ഇത് സാധാരണ നമുക്ക് അരച്ചൊക്കെ എടുക്കാൻ പറ്റിയൊരു ജാറ്. പിന്നെ ഇതാണെങ്കിൽ ഡ്രൈ ഗ്രൈൻഡിങ്ങും ഒക്കെ പറ്റും. ഇത് നമ്മളുടെ ചട്നിയൊക്കെ അരയ്ക്കാൻ പറ്റിയൊരു ജാറ്. ആൻഡ് ഇങ്ങനൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ജ്യൂസ് ഉണ്ടാക്കാം. ഇത് അരിപ്പയോട് കൂടിയാണ് വരുന്നത് കേട്ടോ. ദാറ്റ് ഈസ് അതിന് അകത്ത് തന്നെ അരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അരിപ്പൊന്നും ആവശ്യമില്ല. ജ്യൂസിനും പറ്റും. തേങ്ങാപ്പാലുണ്ടാക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ തേങ്ങാപ്പാലുണ്ടാക്കാനായിട്ട് നമ്മൾ തേങ്ങ അരച്ച് കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ട് ചെയ്തിട്ടും ഇതിൽ കൂടി ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ വേറൊരു അരിപ്പയുടെ ആവശ്യമില്ല. ആൻഡ് ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതിനോടൊപ്പം ഒരു ജ്യൂസറും കൂടി ചേർന്നാണ് വരുന്നത്. ഈ ഒരു ജ്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യത്തിൽ പണ്ടൊക്കെ ജ്യൂസ് കടകളിലൊക്കെ പോകുമ്പോൾ മാത്രമേ സുജാതയുടെ ജ്യൂസർ കാണാറുള്ളൂ. അത് സെപ്പറേറ്റാണ്, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ജ്യൂസറായിട്ടാണ് അന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു സെറ്റ് വാങ്ങിയാൽ സാധാരണ ഒരു മിക്സർ ഗ്രൈൻഡറിൻ്റെ വിലയിൽ തന്നെ ഈ ഒരു ജ്യൂസറും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നു. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് സ്വന്തമാക്കിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജ്യൂസർ എന്ന് പറയുമ്പോൾ നല്ല ഫ്രഷ് ജ്യൂസ്, അരിപ്പൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ ഇതിനകത്ത് നെറ്റൊക്കെ ഉണ്ട്, അതുവഴി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ സുജാതയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൻ്റെ പ്രോഡക്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സുപ്പീരിയറാണ്, എക്സലൻ്റ് ആണ് ഇതിൻ്റെ പ്രോഡക്റ്റ് ക്വാളിറ്റി. വർഷങ്ങളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. സുജാത എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റഡ് ബ്രാൻഡ് നെയിമാണ്. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് തൊട്ട് കേൾക്കുന്ന പേരാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടറാണ് ഇതിനകത്തുള്ള, ഡബിൾ ബോൾ ബെയറിംഗ് ഉള്ള മോട്ടറാണ്. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഗ്രൈൻഡിങ്ങും വളരെ ശക്തമായിട്ട്, അതായത് ഒരു പാടുമില്ലാണ്ട് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്യാനായിട്ടും പൊടിക്കാനും അരയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എല്ലാ രീതിയിലും നമുക്കൊരു മൾട്ടി പർപ്പസാണ്. ഇത് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ള സുജാതയെക്കുറിച്ചുള്ള ഈ പ്രോഡക്റ്റ് വിവരണം. ഇനി ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ചമ്മന്തി അരയ്ക്കാം. ദാറ്റ് ഈസ് ചട്നി, ബീട്രൂട്ട് ചട്നി ഉണ്ടാക്കിയിട്ട് ദോശ ഉണ്ടാക്കി തുടങ്ങാം. ഇൻസ്റ്റൻറ്റ് ദോശയാണ്, പുളിപ്പിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചമ്മന്തി എന്ന് പറയുമ്പോൾ ബീട്രൂട്ടിനെയൊക്കെ ഒന്ന് വഴറ്റിയിട്ടാണ് നമ്മൾ ചട്നി ആക്കുന്നത്. അപ്പോൾ ആദ്യം ചട്നി ഉണ്ടാക്കി മാറ്റുന്നു, അത് കഴിഞ്ഞിട്ട് ദോശ മാവിനെ അരച്ചിട്ട് ദോശ ഉണ്ടാക്കാം. പിന്നെ ജ്യൂസ് ലാസ്റ്റ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. ബീട്രൂട്ട്, തേങ്ങ, സവാള, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് പുളിയും ഉപ്പും കൂടി ചേർത്താൽ മതി. ഒന്ന് വഴറ്റിയിട്ടാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു പച്ച ചുവ ഉണ്ടാവില്ലേ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4 ചെറിയ കഷ്ണങ്ങളാണിത്. ഇനി ഒരു വലിയ പച്ചമുളകിനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും, ഒരു സവാള, മീഡിയം സൈസിലെ സവാളയായിരുന്നു, ചോപ്പ് ചെയ്തതാണ്. അതായത് ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ടല്ല, എന്നാൽ മീഡിയം സൈസിലിങ്ങനെ ചോപ്പ് ചെയ്തെടുത്തത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം, ഒരു 2 മിനിറ്റ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ബീട്രൂട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ഒരു മീഡിയം സ്ലൈസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം, ഒരു 5 മിനിറ്റോളം വഴറ്റാം. ബീട്രൂട്ടൊക്കെ ഒന്ന് ടെൻഡറാകട്ടെ, ഒന്ന് വാടി ആ പച്ചച്ചുവയൊക്കെ മാറി എല്ലാ കാര്യങ്ങളും പാകത്തിന് ആയിക്കഴിഞ്ഞു. ഇനി ലാസ്റ്റ് തീ അണയ്ക്കുന്നതിന് മുന്നേ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നു.
നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല ചൂടാണ്, അപ്പോൾ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറി ചെറുതായിട്ടൊന്ന് മൂക്കുകയും ചെയ്യും മുളക് പൊടി. ഇനി നേരെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ഇതൊന്ന് തണുക്കട്ടെ ഈ കൂട്ട്. ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ കൂട്ട് പാകത്തിന് തണുത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, ഇച്ചിരി ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ് തന്നെ, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു കൂട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ സുജാതയുടെ മൾട്ടി മിക്സ് ജ്യൂസർ മിക്സർ ഗ്രൈൻഡറിൽ ചെറിയ ബൗളിൽ വെച്ചിട്ട് അരയ്ക്കാം. മിക്സർ റെഡി. ഇനി ഒന്ന് അരയ്ക്കണം. അപ്പോൾ ഇതൊരു മൾട്ടി പേർപ്പസ് ആണെന്ന് പറഞ്ഞല്ലോ, പല പല അറ്റാച്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ജ്യൂസർ അറ്റാച്ച്മെൻ്റ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്, അത് മാറ്റാം. ചട്നി ഗ്രൈൻഡർ വയ്ക്കണം. അത്ര സിമ്പിളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും ഒന്നും ഒരു പാടുമില്ല. ഇതിനകത്തേക്ക് മാറ്റാം. ഇതിൻ്റെ ജാറെല്ലാം ഈസി ആട്ടോ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പക്ഷേ നമ്മളൊന്ന് ലിഡിൽ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ടൊന്ന് ഓൺ ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോക്കിയേ, ഏത് കൺസിസ്റ്റൻസി വേണം ആ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം. നല്ല സ്പീഡിൽ തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് ചമ്മന്തി റെഡി. ബീട്രൂട്ട് ചട്നി. അങ്ങനെ ബീട്രൂട്ട് ചട്നി റെഡിയായി കഴിഞ്ഞു, അരച്ചെടുത്തു. ഇതിപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഈ കൺസിസ്റ്റൻസി നോക്കിയേ, നല്ല കുറുകിയ ആ ഒരു കൺസിസ്റ്റൻസി, നല്ല തിക്കായിട്ടാണ് ഈ ഒരു ചട്നി അരച്ചെടുക്കേണ്ടത്, നല്ല പേസ്റ്റ് രൂപത്തിൽ. ഇനി വേറൊന്നും ചെയ്യാനില്ല, ഒരു ചെറിയൊരു താളിക്കൽ മാത്രം. അപ്പോൾ പാനിലേക്ക് താളിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങി. ഇനി 1 ടീസ്പൂൺ കടുക് പൊട്ടുന്നു. ഇനി 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കാം. എല്ലാം മൂത്ത് തുടങ്ങി. ഇനി തീ നന്നായിട്ട് കുറയ്ക്കണം. തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഒരു 3 വറ്റൽമുളക് മുറിച്ചതും കൂടി ചേർക്കാം. കറിവേപ്പില നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ഇത് നേരെ നമ്മുടെ ചട്നിയുടെ മുകളിലായിട്ട് ഒഴിക്കുന്നു. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ ചട്നി, ആ താളിപ്പെല്ലാം ആയിട്ട് നല്ലൊരു പിങ്ക്, മെജന്ത പിങ്ക്. അങ്ങനെ അടിപൊളി നമ്മുടെ ബീട്രൂട്ട് ചട്നി ഈസ് റെഡി. ഇനി ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് ഹൈ പ്രോട്ടീൻ ദോശ. നല്ല പയർ, ഇത് 1 കപ്പ് ചെറുപയറും വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 6 to 8 hours കുതിരണം. അതുപോലെ 1 കപ്പ് കടല, ഇത് വെള്ളക്കടലയായിരുന്നു എന്നേ ഉള്ളൂ, ബ്ലാക്ക് കടലയാണെങ്കിലും കുഴപ്പമില്ല, അതും 1 കപ്പ് ഈക്വൽ ക്വാണ്ടിറ്റി. പിന്നെ ഒരു 4-5 വറ്റൽമുളക് വെള്ളത്തിൽ കുതിരാൻ ഇട്ടിരുന്നു. ആവശ്യമനുസരിച്ചിട്ട് 5, 4, 6 എത്ര വേണമെങ്കിലും എടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്ററായിട്ട് അരച്ചെടുക്കാം. ഇത് അരയ്ക്കാൻ പോണത് സുജാതയുടെ ഈ ഒരു ജാറിൽ വെച്ചിട്ടാണ്. അപ്പോൾ മൾട്ടി പർപ്പസാണ് നമ്മുടെ സുജാത മിക്സർ ഗ്രൈൻഡർ ജ്യൂസർ എല്ലാം കൂടി ചേർന്ന് വരുന്നത്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. നമ്മുടെ ഹൈ പ്രോട്ടീൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരയ്ക്കേണ്ട കാര്യങ്ങൾ, കുതിർത്ത കടലയും കുതിർത്ത ചെറുപയറും, ഇനി കുതിർത്ത വറ്റൽമുളക് ഒരു 5 എണ്ണം മുറിച്ചിടുന്നു. അപ്പോൾ സുജാതയുടെ തന്നെ മൾട്ടി മിക്സ് ജ്യൂസർ മിക്സർ ഗ്രൈൻഡറിൻ്റെ മറ്റൊരു ജാറിലാണ്, കുറച്ചുകൂടി വലിയ ജാറിലാണ് ഇത് അരയ്ക്കാൻ പോകുന്നത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ലിഡ് കൈകൊണ്ട് ഇങ്ങനെ അമർത്തി പിടിക്കണം. അല്പം ഒന്ന് ചതഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആവശ്യാനുസരണം വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നു, നന്നായിട്ടൊന്ന് അരച്ച് നല്ല സ്മൂത്ത് പേസ്റ്റാക്കി റെഡിയാക്കാം. യെസ്, പവർഫുള്ളായിട്ടുള്ള മോട്ടർ വിത്ത് ഡബിൾ ബോൾ ബെയറിംഗ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും സ്മൂത്തായിട്ട് പെട്ടെന്ന് റെഡിയാകുന്നത്. നോക്കിയേ, നന്നായിട്ട് അരച്ച് കിട്ടിയിരിക്കുന്നത് കണ്ടോ. ബാക്കിയും കൂടി ഇതുപോലെ അരച്ചെടുക്കാം. അങ്ങനെ മാവെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ദോശ ബാറ്റർ റെഡി. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അല്പം കായപ്പൊടി,
ഇനി ദോശയുടെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ദോശയായിട്ട് തന്നെ ഉണ്ടാക്കി തുടങ്ങാം. ഇനി ദോശക്കല്ലിലേക്ക് ഒരല്പം എണ്ണ തടവാം. ചൂടായി കഴിഞ്ഞ് ഒരു മീഡിയം ചൂടായാൽ മതി. ഒരു വലിയ തവി മാവ് കോരി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത് കട്ടിയായിട്ട് ഉണ്ടാക്കാം, വളരെ തിൻ ദോശയായിട്ടും ഉണ്ടാക്കാം. പക്ഷേ ഒരു ചെറിയ കട്ടിയോട് കൂടി ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഒരു സൈഡ് പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഒന്ന് തിരിച്ചിടാം. മറു സൈഡും റെഡി ആയി കഴിഞ്ഞു. ദോശ ഇനി പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ബാക്കിയിരിക്കുന്ന മാവിൽ നിന്നും ഇതുപോലെ തന്നെ ആവശ്യാനുസരണം വീണ്ടും വീണ്ടും മാവ് കോരി ഒഴിച്ചിട്ട് പരത്തി സെയിം പ്രോസസ്സ് ദോശ ചുട്ടെടുക്കാം. വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ കല്ലിൽ നിന്ന് ഇളകി വരും. വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. പിന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ട് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന വേർഷനാണ്. ഇതിപ്പോൾ നമ്മളൊരു സാധാരണ ദോശയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ്, ആ ഒരു സൈസിലും വണ്ണത്തിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് തിന്നായിട്ട് വേണമെങ്കിലും ചെയ്യാം. അന്നേരം കുറച്ച് നല്ലെണ്ണ ഡ്രിസിൽ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കിയെടുക്കാം. അതും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സുജാതയുടെ മൾട്ടിമിക്സ് ജ്യൂസർ മിക്സർ ഗ്രൈൻഡർ. അപ്പോൾ ആ ഗ്രൈൻഡിങ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മളിതിന് ജ്യൂസറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് എന്ത് എളുപ്പം അറിയാം. അസംബ്ലിങ്ങും ഡിസ്മാൻഡിലിങ്ങും ഒക്കെ വളരെ വളരെ സിമ്പിൾ മെത്തേഡ്സാണ്. അപ്പോൾ സുജാതയുടെ ജ്യൂസർ ഇസ് റെഡി. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കടയിൽ പോയിട്ട് ജ്യൂസ് കടയിൽ പോയിട്ട് കുടിക്കുന്ന പോലെ നമുക്ക് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കി കുടിക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടേ? പൊമോഗ്രനൈറ്റ് മാതളം, ഇങ്ങനെ ഓപ്പണിങ്ങിൽ കൂടി ഇട്ട് കൊടുക്കാം. സുജാതയുടെ ഈ ഒരു ജ്യൂസറിൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇത് അവസാന തുള്ളി വരെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അത്രയും പവർഫുള്ളാണ്. ഒരു ഭയങ്കര സംഭവം കേട്ടോ. ഇനി ഓൺ ചെയ്യാം. അപ്പോൾ ഇതൊരു പൈപ്പ് പോലെയാണ്. ഇത് അടിയിലൊരു ഒരു കപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ജ്യൂസ് വീഴും. നോക്കിക്കോളൂ. ഓൺ ചെയ്യാം. ജ്യൂസ് വന്ന സ്പീഡ് എന്ത് ഫാസ്റ്റായിട്ടാണ് വന്നത്. പ്യുവർ ഫ്രൂട്ട് ജ്യൂസ് പെർഫെക്റ്റായിട്ട് കിട്ടും. നമ്മുടെ ഒറിജിനൽ ജ്യൂസ്. ഇനി അരിക്കണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. കാര്യം ഇതിനകത്ത് ഓൾറെഡി അതിന് ഒരു നെറ്റ് പോലെ ഒരു ഭാഗമുണ്ട്. അതുവഴിയാണ് ഇത് ഫിൽട്ടർ ചെയ്താണ് വരുന്നത്. കംപ്ലീറ്റ് അരിച്ച് നല്ല സീവ്ഡായിട്ട് വരും. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള മോട്ടറാണ്. എന്ത് ഫാസ്റ്റായിട്ട് നല്ല ശുദ്ധമായ ജ്യൂസ് ഈസ് റെഡി. ഓക്കെ, ഇത് മാതളത്തിൻ്റെ നീരാണ്, ഫ്രൂട്ട് ജ്യൂസ്. പെർഫെക്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ചിട്ട് കൂട്ടണമെങ്കിൽ കൂട്ടാം. അങ്ങനെ ഫ്രഷ് മാതളം പൊമോഗ്രനൈറ്റ് ജ്യൂസ് ഇസ് റെഡി. ഓക്കെ, വളരെ പ്രൊഫഷണൽ സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ ജ്യൂസ് ഉണ്ടാക്കാം. ഇതിൽ വേറെ മായ ഒന്നും ചേർത്തില്ല, ഒന്നുമില്ല, ഷുഗർ ഒന്നും ആവശ്യമില്ല. ഇതൊരു ഹെൽത്തി ജ്യൂസാണ്. ഇങ്ങനെ തന്നെ കുടിക്കണം, അതാണ് അതിൻ്റെ ഒരു സ്വാദ്. അപ്പോൾ ഇതിപ്പോൾ നോമ്പുത്തുള്ള കാലമാണ്, അതുകൊണ്ട് ഇത് മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. ഫ്രഷ് ജ്യൂസ് എളുപ്പമാണ്. എനിക്കെന്തായാലും ഇത് സംഭവം സെറ്റാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ജ്യൂസ് വേറെ കളറാണല്ലോ. പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാം. പിന്നെ വേണമെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് ജ്യൂസും ഉണ്ടാക്കാം. നെക്സ്റ്റ് പൈനാപ്പിൾ. ഓക്കെ, അവസാന തുള്ളി വരെയും ഡ്രോപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റ് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റാണ്. ഇതിപ്പോൾ ഞാനൊരു പൈനാപ്പിളിൻ്റെ ഒരു പകുതിയോളം എടുത്തു. പക്ഷേ എന്നിട്ട് തന്നെ നോക്കിയാൽ ഇത് കോൺസെൻട്രേറ്റഡ് ജ്യൂസ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആവശ്യാനുസരണം ഇച്ചിരി കൂടെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് കഴിക്കാം. പിന്നെ ഇതിനകത്തേക്ക് വേണമെങ്കിൽ പുതിന ലീവ്സും കൂടി ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇത് ഞാൻ പ്യുവറായിട്ടാണ് എടുത്തിരിക്കുന്നത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ പ്യുവർ പൈനാപ്പിൾ ജ്യൂസ് ഈസ് റെഡി. രണ്ടാമത്തെ ജ്യൂസും
ഫാസ്റ്റായിട്ട്. ഇനി ഒരു കാര്യം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് ജ്യൂസും കൂടി ഉണ്ടാക്കാം. പ്യുവർ ക്യാരറ്റ് ജ്യൂസ്. ഇത് 4-5 ക്യാരറ്റ്സ് ഉണ്ട് കേട്ടോ. ഇത് കോൺസെൻട്രേറ്റഡ് ആണ്. ഇനി അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കാം. അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങാനീരും. ഇതിന് വേണ്ടി ഞാൻ കുറച്ച് നാരങ്ങാനീര് ഒഴിക്കുന്നു, ഒരു ടേബിൾ സ്പൂൺ വരെ. അപ്പോൾ വൈറ്റമിൻ സി ഇരിക്കട്ടെ എക്സ്ട്രാ. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റിൽ. കുറച്ച് തേനും കൂടി ഒഴിക്കണം, ഒരു ഫോർ എ ചേഞ്ച്. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഭയങ്കര കോൺസെൻട്രേറ്റഡായി. എന്താ വേണ്ടത് ഇനിയല്ലേ? എൻ്റെ ദൈവമേ, നമ്മളൊരു ജ്യൂസ് ഷോപ്പിൽ പോയി ജ്യൂസ് ഉണ്ടാക്കി കുടിക്കേണ്ട ആവശ്യമില്ല. ഇനി വീട്ടിൽ തന്നെ നമുക്കൊരു ജ്യൂസ് സാധാരണ ഒരു മിക്സർ ഗ്രൈൻഡറിൻ്റെ വിലയ്ക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു പാക്കിൽ, ഈ ഒരു കോംബോ പാക്ക് പോലെ സുജാത ഇറക്കിയിരിക്കുന്ന പുതിയ പ്രോഡക്റ്റാണ്. നല്ലൊരു എന്താ പറയുക കോമ്പിനേഷനാണ്. ദിസ് ഇസ് വെരി ഗുഡ്. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്, എനിക്ക് ഭയങ്കര സന്തോഷം ഇത് കാണുമ്പോൾ. പിന്നെ ഇതിനകത്ത് ആവശ്യം പോലെ ഐസൊക്കെ ഇട്ട് കുടിക്കാം കേട്ടോ. ഇനി എന്ത് വേണം? ഇപ്പോൾ നോമ്പ് കാലമാണ്, റമദാൻ മാസം, ഇഷ്ടം പോലെ ഫ്രഷ് ജ്യൂസ് കുടിക്കാം നിങ്ങൾക്ക്. അങ്ങനെ സുജാത മൾട്ടിമിക്സ് മിക്സർ ഗ്രൈൻഡറിൻ്റെ എഫിഷ്യൻസിയാണ് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തതും ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതും. നല്ല അടിപൊളിയായിട്ട് എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണേ എല്ലാ കാര്യങ്ങളും. അങ്ങനെ ജ്യൂസുകളെല്ലാം റെഡി, ദോശ റെഡി, ചട്നി റെഡി. തുടങ്ങിയാലോ? യെസ്. താളിച്ചതെല്ലാം നന്നായിട്ട് ഇതിനകത്തേക്ക് മിക്സ് ആക്കി. ആഹാ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ? അടിപൊളി. സോ ഹെൽത്തി. താളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലെണ്ണയിൽ താളിച്ചാൽ കുറേ കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാം. ദോശയ്ക്ക് ഒരു ഉഴുന്നുവട കഴിക്കുന്ന സ്വാദുണ്ട്, സത്യമാണ്. ഉഴുന്നുവട ദോശ ഫോമിലാക്കി കഴിക്കുന്ന പോലെ ഉണ്ട്. വറ്റൽമുളകൊക്കെ ചേർത്തല്ല അരച്ചത്, അപ്പോൾ ചെറിയൊരു സ്പൈസിനെസ്സും ഉണ്ട്. ആഹാ, ചമ്മന്തി അടിപൊളി. അതിൽ ഇച്ചിരി പുളിയെല്ലാം ഉള്ളതുകൊണ്ട് ദോശയിൽ പുളി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ദോശ ഇൻസ്റ്റൻറ്റ് ദോശയാണ്, പുളി വേണ്ട. ചമ്മന്തിയുടെ ചെറിയൊരു പുളിയുണ്ട്, അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ആയി കറക്റ്റായിട്ട് കിട്ടും. സൂപ്പർബ് കോമ്പിനേഷൻ. ജ്യൂസ് മാതളം. ആഹാ, സോ പ്യുവർ. പൈനാപ്പിൾ, നല്ല ശുദ്ധമായ പൈനാപ്പിൾ ജ്യൂസ്. എന്ത് രസമായിരിക്കണോ. ആൻഡ് ഫോർ ദ ക്യാരറ്റ്. എന്താ ടേസ്റ്റ്, എൻ്റെ ദൈവമേ, എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റ്. എത്ര ജ്യൂസ് കുടിക്കും ഞാനിപ്പോൾ 3 ജ്യൂസ് ഉണ്ടാക്കി കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ അതിലേത് ജ്യൂസ് വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കാം. അതിൽ മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് വേണം തോന്നിയാൽ തേൻ ചേർത്താൽ മതി. ഇത് കഴിച്ചിട്ട് നിർത്താനേ തോന്നുന്നില്ല, ഇതും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇറ്റ്സ് എ വെരി ഹെൽത്തി കോമ്പിനേഷൻ. ഇപ്പോൾ എന്നെ സഹായിച്ചത് സുജാതയാണ്. എല്ലാ കാര്യങ്ങളും ഒരേ സമയം നടന്നു ഫാസ്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം, നല്ലതാണ്. കാര്യം ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സർ ഗ്രൈൻഡറിൻ്റെ പ്രൈസിന് കിട്ടുന്നു എന്നാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, വെരി ട്രസ്റ്റഡ് ബ്രാൻഡാണ്, ഭയങ്കര പേരുള്ളൊരു ബ്രാൻഡാണ്, വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യം. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കും. അപ്പോൾ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ. ബൈ.